ആനന്ദത്തെ, സന്തോഷത്തെ കൊടുക്കുന്നവളാണ്. അതാണ് ആനന്ദ സന്ദായിനി. എല്ലാവരെയും സന്തോഷമാകുന്ന സമുദ്രത്തിൽ മുക്കുന്നവളാണ് ഈ സാക്ഷാൽ തലയന്നേരിൽ വസിക്കുന്ന ഈ ഭഗവതിയമ്മ. ഭൂമാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവതിയമ്മ അർത്ഥം. സമസ്ത ജഗതാനന്ദ സന്ദായിനി ഭക്താത്യുൽക്കടപാപനാശനകരി. ഇത് കേൾക്കുന്നവർക്കും ഈ ഐശ്വര്യമുണ്ടാവും. ഇത് ഇങ്ങനെ വെറുതെ കേൾക്കുന്നവരുണ്ടല്ലോ. ഇവിടെ ഒരുപാട് ആളുകൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥവും ശ്ലോകവും കേൾക്കുന്നുണ്ട്. അവർക്കും ഇത് അണുവിന്റെ രൂപത്തിൽ പ്രാണിനാം പരമം സുഖം, പ്രാണികൾക്ക് പരമമായ സുഖത്തെ ഉണ്ടാക്കുന്നതാണ്. ഇത് അണുവിന്റെ രൂപത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിച്ചാലും ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ദേവിയുടെ ചൈതന്യം അവരിൽ തുടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ കേൾക്കുന്നവർക്കുണ്ടാവും. അല്ലെങ്കിൽ എന്നെ പാലിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ പാലിക്കണം പറഞ്ഞിട്ടുണ്ടാ ഇല്ല. എന്നെ പാലിക്കണം പറഞ്ഞാലും എല്ലാവരെയും പാലിക്കുന്നവളാണ് സമസ്ത ജഗദാല ആനന്ദ സന്ദായിനിയാണ് വിശേഷം കൊണ്ട് കിട്ടും. ഭക്താത്യുൽക്കടപാപനാശനകരി, ഭക്തന്മാരുടെ ഏത് പ്രയാസത്തെയും അത്യുൽക്കടമായ പാപത്തെ, നമ്മുടെ ഈ ജന്മത്തിലും മുൻജന്മത്തിലും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ പാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് പല ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നു കൂടുന്നത്. ഏത് പാപം ഏത് ജന്മത്തിൽ ചെയ്യുന്നതിൽ തിരിച്ചറിവൊന്നും നമുക്കുണ്ടാവില്ല. അവരവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അവരവർ അനുഭവിക്കുന്നത്. അർത്ഥം അല്ലേ? റേഡിയോയിലെ പൂന്തറയിലെ മാഷാനോട് അധ്യക്ഷം വഹിക്കുന്നു. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഈ ക്ഷേത്രമായിട്ട് വന്നിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ ഏറ്റവും അത്യുൽക്കടമായ പാപനാശത്തെ ചെയ്യുന്നവളാണ് ആര്? നിത്യശ്രീ സഹിതേ. അത് ഈ ക്ഷേത്രത്തിന്റെ വിശേഷമാണ്, ദേവിയുടെ വിശേഷമല്ല, ക്ഷേത്രത്തിന്റെ വിശേഷമാണ്. നിത്യശ്രീ സഹിതേ, നിത്യം ശ്രീയോടുകൂടി വസിക്കുന്ന ക്ഷേത്രമാണ്. ഐശ്വര്യത്തോടുകൂടി ഐശ്വര്യവത്തായി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നിത്യശ്രീ സഹിതേ. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിത്യശ്രീ എന്ന മഹാലക്ഷ്മി, ഇവിടെ മഹാവിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണുവിൻ്റെ അല്ലെ ഭാര്യ മഹാലക്ഷ്മിയുടെ അധിവസിക്കുന്നുണ്ട്. ആ മഹാലക്ഷ്മിയോട് കൂടി അധിവസിക്കുന്നതിനുള്ള അർത്ഥത്തിലേക്ക് പോയാലും ദോഷമില്ല. നിത്യശ്രീ സഹിതേ സംസ്ഥിത പറയാനില്ലല്ലോ. അതിൽ ആ ലോകത്തന്നെ വ്യക്തമായി പ്രസിദ്ധമായ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ന്. പത്രത്തിൽ കൊടുക്കില്ല കേട്ടോ. ഇപ്പോൾ പത്രത്തിൽ പൂരക്കളി കയറണമെന്ന് ചോദിച്ചപ്പോൾ അത് ആ ക്ഷേത്രം പെട്ടില്ല ഞാൻ വായിച്ചത്. പക്ഷേ ക്ഷേത്ര പ്രസിദ്ധ ഇതാ ഇതിലെല്ലാം മക്കൾ ഇതെല്ലാം ആ ക്ഷേത്രത്തിന് ഭർത്ത് കഴിയുന്ന അവസ്ഥ ഭർത്തിയുടെ പത്രം വായിക്കും കൂടിയില്ല. അതെന്തായാലും സംഭവിച്ചത് അറിയില്ല. ഏതായാലും ഈ ക്ഷേത്ര പ്രസിദ്ധമാണ്. പത്രക്കാരൻ എന്താണെന്ന് അറിയില്ല. അപ്പം മറന്നുപോയതായിരിക്കാം മനുഷ്യനത്. അപ്പോൾ പ്രസിദ്ധമായ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തലയന്നേരി. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേർച്ച വരുന്നതാണ്. വലിയ കഞ്ഞി, ചെറിയ കഞ്ഞി, കഞ്ഞിയുടെ ഒരു മയമാണ്. എനിക്ക് പ്രാർത്ഥന കൊണ്ട് ഫലിക്കുന്നതുകൊണ്ടാണല്ലോ അത് വരുന്നത് അല്ലേ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഒരു ചടങ്ങും ഒരു വൈശിഷ്ട്യവും ദൈവികമായ ശക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന, ദൈവികമായ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന, ചൈതന്യം തുടിക്കുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഇത് പ്രസിദ്ധമാണ്. അന്നദാനം മഹാദാനം അതിവിടെ വളരെ ഭംഗിയായി ഇവർ നടത്തപ്പെടുന്നുണ്ട്. വളരെ ഇവിടെയുള്ള കൃത്യനിഷ്ഠ ചടങ്ങുകളൊക്കെ വളരെ കൃത്യനിഷ്ഠയിലൂടെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിന്റെ ഫലവും ഇവിടെ നിൽക്കുന്നവർക്കും ഈ പറയുന്ന എനിക്കും അത് കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ ഒരു ഊർജം പ്രവഹിച്ച പോലുള്ള അനുഭവം നമുക്ക്. നവീകരണമൊക്കെ കഴിഞ്ഞതല്ലേ ഭൂവന, ഈ പറഞ്ഞ പോലെ നവീകരണം കൂടി കഴിഞ്ഞതല്ലേ? അതെ, നവീകരണം കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലെ പ്രവേശം കിട്ടിയത്. അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് യാദൃച്ഛികമായിട്ടാണ് ഞാൻ എത്തപ്പെട്ടത്. അതൊരു ഭാഗ്യമാണ്. നിത്യശ്രീ സഹിതേ പ്രസിദ്ധ തലയന്നേരിത്തലേ സംസ്ഥിത സർവജഗന്മയീ, സർവജഗത് സ്വരൂപിണിയാണ്. എന്നാൽ ദേവിക്കായിട്ട് ഒരു സ്വരൂപമൊന്നുമില്ല. ദേവിയുടെ സ്വരൂപം ഈ ലോകത്തിന്റെ സ്വരൂപം തന്നെയാണ് ദേവിയുടെ സ്വരൂപവും അല്ലേ? സർവാകാരം നിരാകാരം വിശ്വാധ്യക്ഷമതീന്ദ്രിയം സദസദ്രൂപതാതീതം അദൃശ്യം മായയാ അല്ലേ? മായയാവൈഹി. അതായത് ഈ സർവാകാരം, ഈ ലോകത്തിന്റെ ആകാരം തന്നെയാണ് ഈ ദേവന്റെയും ആകാരം. പ്രപഞ്ചാകാരയാണ് ദേവി വസിക്കുന്നത് അർത്ഥം. നിരാകാരം വിശ്വാധ്യക്ഷം, ഈ വിശ്വത്തെ മുഴുവൻ സംരക്ഷിക്കുന്നുണ്ട്. വിശ്വാധ്യക്ഷമതീന്ദ്രിയം, എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് വസിക്കുന്നതുമാണ് ദേവി. കണ്ണുകൊണ്ടോ
വാക്കുകൊണ്ടോ എത്തിപ്പെടാൻ കഴിയാത്ത ഏതോ ആദിഭർത്തന്റെ അപ്രാപ്യ മനസ്സാസഹ, മനസ്സുകൊണ്ടോ ഇന്ദ്രിയം കൊണ്ടോ എത്തി നോക്കാൻ കഴിയാത്ത അത്രയും അനിർവചനീയമാണ് ഇവിടെ ദേവിയുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇവിടുത്തെ ചൈതന്യം എന്നാണ് അതിൽ. അങ്ങനെയുള്ളതായ സർവജഗന്മയിയായ ഭഗവതിയായ പൂമാലികയായ ശക്തി എന്നെ പാലിക്കണേ എന്ന് പറയുക എൻ്റെ മനസ്സിൽ നിങ്ങളെയും പാലിക്കണം. അതെ. അപ്പൊ അതില് നിങ്ങൾ ശക്തി എന്ന് പറഞ്ഞു അല്ലെ, കുമാലിക എന്ന് പറയുന്ന ദേവിക്ക് ശക്തി എന്നൊരു പദം അല്ലെ. അപ്പോൾ ശക്തിയെ, അതായത് കുമാല ഭഗവതി ആയിരിക്കുന്ന ശക്തിയെ പൂജിക്കണം എന്നാണ് പറഞ്ഞു. കുമാല ഭഗവതി ആയിരിക്കുന്ന ശക്തിയെ പൂജിക്കണം. പൂജിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ പാലിക്കണം. പാലികളെ രക്ഷിക്കല്ലേ, ആ ദേവി ദേവിയെ രക്ഷിക്കാതെ പ്രാർത്ഥനയാണ്, ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഞാനൊരു ഭക്തനാണ്, ഞാൻ ചൊല്ലുമ്പോൾ ഞാൻ ഭക്തനാണ്, നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഭക്തനാണ്. അപ്പോ ഈ കുമാരിയെ പാലിക്കണം ആ ദേവി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ശക്തി എന്ന ശക്തി അംശ, അതായത് സാധാരണ ഇപ്പോ ഈ ശക്തി അംശ ദേവതമാരായിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ പൂരക്കളിയുണ്ട്. പൂരക്കളിയുള്ളത് ഈ ദേവി ക്ഷേത്രത്തിലല്ലാതെ പുരുഷദേവന്മാരുടെ ക്ഷേത്രത്തിൽ പൂരക്കളിയില്ല. അപ്പൊ ഈ ശക്തിയെ പൂജിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ തലേനി കാവ് എന്നാ പറഞ്ഞത്. ശരിക്കും കാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുണ്ട്, കാവുകളുണ്ട്. ക്ഷേത്രങ്ങളാണോ വലുത്, കാവുകളാണെന്ന് വെച്ചാൽ പ്രാചീനമായിട്ട് കാവിനാണ് പ്രാധാന്യം. ഏറ്റവും പ്രാചീനമായിട്ട് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഭൂമാനാഭാവം ഇഷ്ടയത്. കാരണം സാധാരണ മറ്റുള്ള പദ്യമായിട്ടാണ്. അപ്പൊ ആ സ്ഥല ദേവതയെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് താങ്കൾ ആ പദ്യം അവതരിപ്പിച്ചത്. സാധാരണ നമ്മളിപ്പോൾ അതെല്ലാം ഉണ്ടാവുക. അപ്പൊ അത് വ്യത്യസ്തമായിട്ട് ഒരു പദ്യം എടുത്ത് അവതരിപ്പിക്കുകയും, ഇപ്പൊ കാവുകളെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ഒടുവിൽ കാര്യങ്ങളുടെ കാവ് എൻ്റെ അടിസ്ഥാനം പ്രാചീനമായിരിക്കുന്ന അടിസ്ഥാനമുള്ളത് കാവിനാണ്.